നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീസൽ പവർ പ്ലാന്റിനെ പറ്റിയാണ്. ഡീസൽ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഞാൻ ഇതിനു മുമ്പ് ആദ്യത്തെ ക്ലാസ്സിലും പറഞ്ഞു, ഒരു പവർ പ്ലാന്റിൻ്റെ മെയിൻ ഫങ്ഷൻ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രൈമറി കമ്പോണൻ്റാണ് ജനറേറ്റർ. അപ്പം ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുക എന്നതാണ് ഇവിടുത്തെ മെയിൻ ഫങ്ഷൻ. അപ്പം ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി കിട്ടും. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈവൻ ആംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ വെച്ച് സ്റ്റെപ്പ് അപ്പ് ചെയ്യാം, സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം, സ്റ്റോർ ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യാം, പവർ പ്ലാന്റുമായിട്ട് റിലേറ്റഡ് ചെയ്യാം. ഇപ്പോൾ ബേസിക് ഫങ്ഷൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ബൈ റൊട്ടേറ്റിംഗ് ദി ആർമേച്ചർ ഷാഫ്റ്റ് ഓഫ് ദി ജനറേറ്റർ. അതിനുവേണ്ടി നമുക്ക് പല മെത്തേഡ്സ് എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം അതിലൊരു മെത്തേഡാണ് ദ ജനറേറ്റർ പവേർഡ് ബൈ എ ഡീസൽ എൻജിൻ. അതായത് ജനറേറ്ററിലെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി, ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു എൻജിൻ്റെ പവർ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ബാക്കിയുള്ള പവർ പ്ലാന്റ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സ്റ്റീം പവർ പ്ലാന്റ് ഉണ്ട്, ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ് ഉണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉണ്ട് അല്ലേ. ഇവിടെയൊക്കെ ആണെങ്കിൽ എന്താണ്, സ്റ്റീം പവർ പ്ലാന്റ് നമ്മൾ പഠിച്ചു, സ്റ്റീം വന്ന് സ്റ്റീം ടർബൈനിൽ തട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മെക്കാനിക്കൽ വർക്ക് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് ഈ പറയുന്ന ടർബൈൻ ഷാഫ്റ്റ് ജനറേറ്ററുമായിട്ട് കപ്പിൾഡാണ്. അതേസമയം ഹൈഡ്രോളിക് ടർബൈനിലോ അല്ലെ, റിസർവോയർ സ്റ്റോർ ചെയ്തേക്കുന്ന വാട്ടർ നമ്മൾ എന്ത് ചെയ്യുക, പെൻസ്റ്റോക്ക് വഴി അല്ലെ വാട്ടർ ക്യാരിയിങ് പൈപ്പ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ടർബൈൻ ബ്ലേഡ്സിൽ വന്ന് ഇമ്പിൻ ചെയ്യാൻ അനുവദിക്കുകയും അങ്ങനെ ടർബൈൻ ബ്ലേഡ്സ് കറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ജനറേറ്റർ ഷാഫ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. സിമിലർലി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡീസൽ എൻജിനാണ്. എന്താണ്, ഡീസൽ എൻജിൻ. അപ്പോൾ ഡീസൽ എൻജിനുമായിട്ട് അല്ലെങ്കിൽ ഒരു എൻജിനുമായിട്ട് അനുബന്ധിച്ച് അല്ലെങ്കിൽ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് സർക്യൂട്ട്സ് അല്ലെങ്കിൽ കുറച്ച് ഡിവൈസസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ, എല്ലാവരും പഠിച്ചതുമായിരിക്കും അല്ലെങ്കിൽ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്, ഫെമിലിയറാണ്. അപ്പോൾ അത് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഒരു ഡീസൽ എൻജിന് ബേസിക്കലി എന്തൊക്കെ വരുന്നുണ്ട്, നമുക്കൊരു ഫ്യൂവൽ സിസ്റ്റം വേണം അല്ലേ, ഫ്യൂവൽ സിസ്റ്റം വേണം, എയർ ഇൻടേക്ക് സിസ്റ്റം വേണം, ഫ്യൂവൽ സിസ്റ്റം വേണം, എയർ ഇൻടേക്ക് സിസ്റ്റം വേണം. അതേപോലെ എൻജിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം വേണം. അതേപോലെ എൻജിനെ കൂൾ ചെയ്യാൻ വേണ്ടി കൂളിംഗ് സിസ്റ്റം വേണം അല്ലേ, എൻജിൻ കൂളിംഗ് സിസ്റ്റം വേണം. പിന്നെ കത്തിയതിന് ശേഷമുള്ള അല്ലെങ്കിൽ കമ്പഷൻ നടന്നതിന് ശേഷം ഈ പറയുന്ന എക്സോസ്റ്റ് ഗ്യാസ് വെളിയിലേക്ക് വിടാൻ വേണ്ടിയുള്ള എക്സോസ്റ്റ് സിസ്റ്റവും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ പറയുന്ന ഒരു ഡീസൽ പവർ പ്ലാന്റിൽ വരുന്നത്. അപ്പം ബേസിക്കലി നമുക്കറിയാം, ഒരു ഫസ്റ്റ് നമുക്ക് ഫ്യൂവൽ സിസ്റ്റത്തിലേക്ക് വരാം. അപ്പോൾ ഫ്യൂവൽ സിസ്റ്റം നിങ്ങൾക്ക് കാണാം ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തേക്കുന്നു അല്ലേ, അതായത് നമ്മുടെ ഡീസൽ ഫ്രം ദ ടാങ്ക് ഈസ് ടേക്കൺ ഇൻ ടു ദി സിലിണ്ടറിലേക്ക് കമ്പഷന് വേണ്ടി എന്ത് ചെയ്യുക, ഡീസൽ സിലിണ്ടറിൽ നിന്ന് എന്ത് ചെയ്യുക, ഡീസൽ എന്താ പറയുക, ഫ്യൂവൽ എന്ത് ചെയ്യുക, പമ്പിൻ്റെ സഹായത്തോടു കൂടി സർവീസ് ടാങ്ക് വഴി നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂവൽ ഫിൽറ്റർ വഴി ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, എൻജിനിലേക്ക് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ എൻജിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. അപ്പം ഡീസലിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ ഡീസൽ എൻജിൻ്റെ വർക്കിംഗ് ഒക്കെ ബേസിക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ദ ഡീസൽ ഈസ് ഇൻജക്റ്റഡ് ടു ദി സിലിണ്ടർ ഓഫ് ദി എൻജിൻ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, അപ്പം ഡീസൽ മാത്രം മതിയോ, പോരാ, എയർ വേണം അല്ലേ. ദ എയർ ഈസ് കംപ്രസ്ഡ് ആൻഡ് ദി ഫ്യൂൽ ഈസ് ഇൻജക്റ്റഡ് അല്ലേ, അങ്ങനെയല്ലേ അതിൻ്റെ സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടുള്ള, ഡീസൽ സൈക്കിൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എയർ വേണം, അപ്പോൾ എയർ ഇൻടേക്ക് വേണം അല്ലേ. നമ്മൾ ടർബോ ചാർജ്ഡ് അതായത് സൂപ്പർ ചാർജ്ഡ് എഞ്ചിനാണ് യൂസ് ചെയ്തത്. എന്താണ് ടർബോ ചാർജും എന്താണ് സൂപ്പർ ചാർജ് എഞ്ചിനും എല്ലാവർക്കും അറിയാമോ. ഓക്കെ, സൂപ്പർ ചാർജ്ഡ് എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻടേക്ക് എയർ എഞ്ചിനിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ, കമ്പഷൻ നടക്കത്തുള്ളൂ അല്ലേ. എയറും ഫ്യൂവലും കൂടെ മിക്സ് ചെയ്ത് ഹീറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീസൽ എഞ്ചിനിലാണെങ്കിൽ ഓട്ടോമാറ്റിക് ഇഗ്നീഷനാണ് അല്ലേ, കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിനാണ്. മറ്റേത് പെട്രോളിനാണെങ്കിൽ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിനാണ്. നമ്മൾ ഓക്കെ, ഇവിടെ ഡ്യൂ ടു ദ ഹൈ കംപ്രഷൻ റേഷ്യോ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇഗ്നൈറ്റ് ചെയ്യും ഡീസൽ എഞ്ചിനിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന എയർ അല്ലെങ്കിൽ
എഞ്ചിൻ്റെ വോളിയോമെട്രിക് എഫിഷ്യൻസി അല്ലെങ്കിൽ എഞ്ചിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി, ഓക്കെ, പവർ ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് എയർ സക്ഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. ക്വാണ്ടിറ്റി ഓഫ് എയർ സക്ഡ് ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ ക്വാണ്ടിറ്റി ഓഫ് എയർ സക്ക് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെ? ഹൈ പ്രഷറിൽ എയർ കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് ഓഫ് എയർ ഹൈ പ്രഷറിൽ എന്ത് ചെയ്യുക, ഇൻലെറ്റിലേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് എയർ കാണും അല്ലേ. ഒരു നിശ്ചിത സ്പേസിൽ നമുക്ക് കൂടുതലായിട്ട് എയർ കയറണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ കംപ്രസ് ചെയ്ത് കയറണം അല്ലേ. അതിനെ കംപ്രസ് ചെയ്ത് കയറ്റണം. അങ്ങനെ കംപ്രസ് ചെയ്ത് കയറ്റാൻ വേണ്ടി ഒരു കംപ്രസർ യൂസ് ചെയ്യുന്നതാണ്. ഒരു കംപ്രസർ ഇൻലെറ്റിൽ യൂസ് ചെയ്യും. അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ ഒരു കംപ്രസറിൻ്റെ സഹായത്തോടുകൂടി കംപ്രസ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മുടെ എഞ്ചിനിലേക്ക് കൊടുക്കുക. ഒബിയസ്ലി എല്ലാ വണ്ടിയിലും ഉള്ളതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ എഞ്ചിനോടും ഉള്ളതിലൂടെ എയർ ഫിൽറ്റർ കാണും അല്ലേ. അതായത് ഇമ്പ്യൂരിറ്റീസ് ഒന്നും എഞ്ചിനകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു എയർ ഫിൽറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ എയർ കംപ്രസർ നിങ്ങൾക്ക് കാണാം, ഒരു ആഷ് കളർ, ഒരു ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത്, എയർ കംപ്രസർ. അതെന്ത് ചെയ്യുക, നമ്മുടെ കംപ്രസ് ചെയ്ത എയർ നമ്മൾ എന്ത് ചെയ്യുക, എഞ്ചിനകത്തേക്ക് കൊടുക്കുക. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന സൂപ്പർ ചാർജർ. ഇനി ടർബോ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കംപ്രസർ റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പവർ വേണം അല്ലേ. കംപ്രസർ റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു പവർ വേണം. കംപ്രസർ ഓൺ ആവണ്ടേ, അല്ലെങ്കിൽ കംപ്രസർ റൊട്ടേറ്റ് ചെയ്യണ്ടേ, അങ്ങനെയല്ലേ ഈ കംപ്രഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഈ എഞ്ചിനിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് വെച്ചിട്ട് ഒരു കൊച്ചു ടർബൈൻ നിങ്ങൾ കറക്കുക. അങ്ങനെ കൊച്ചു ടർബൈൻ കറക്കി കഴിഞ്ഞാൽ ടർബൈനുമായിട്ടൊരു ജനറേറ്റർ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി അല്ലേ. ജനറേറ്റർ ഒന്നും വേണ്ട, ഈ പറയുന്ന ടർബൈൻ കറക്കുമെങ്കിൽ ടർബൈൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ആ പവർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കംപ്രസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാം. കംപ്രസർ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ടർബൈൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് ടർബോ ചാർജർ. ദ കംപ്രസർ അല്ലെങ്കിൽ ദ സൂപ്പർ ചാർജർ ഈസ് പവേർഡ് ബൈ എ ടർബൈൻ. ഒരു ടർബൈൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പറയുന്ന എയർ കംപ്രസർ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വേറെ ഇൻപുട്ട് പവർ അല്ലെങ്കിൽ ഇൻപുട്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇൻപുട്ട് എനർജി ഒന്നും കൊടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ടർബോ ചാർജർ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് ഒന്നും പോകണ്ട, ജസ്റ്റ് എന്താണെന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞു ഫ്യൂവൽ സിസ്റ്റം പറഞ്ഞു. ആ ബ്ലൂ ലൈൻസ് വെച്ചാണെങ്കിൽ ആ ബ്ലൂ പാർട്സ് കാണിച്ചിരിക്കുന്നതാണ് ഫ്യൂവൽ സിസ്റ്റം. രണ്ട് പറയുന്ന എയർ ഇൻടേക്ക് സിസ്റ്റം. അങ്ങനെ എയറും ഫ്യൂവലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കമ്പഷൻ നടക്കും അല്ലേ. അതിനകത്ത് ഈ പറയുന്ന സിലിണ്ടർ അറേഞ്ച്മെൻറ്റും ഫ്യൂവൽ ഇഗ്നിഷൻ സിസ്റ്റംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്തുണ്ട്. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ടൈമിംഗ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇഞ്ചക്ഷൻ നടന്ന് കമ്പഷൻ നടക്കും. കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പവർ കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം ഏതൊരു മൂവിങ് പാർട്സ് ആയിക്കോട്ടെ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം വേണം അല്ലേ, അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ എന്തായിരിക്കും, കൂടുതലായിരിക്കും, സ്മൂത്ത് വർക്കിംഗ് നടക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, എഞ്ചിൻ ഓയിലുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ കാണിക്കുന്ന ആ ഒരു പാർട്ടാണ് എന്ത്, എഞ്ചിൻ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം ആൻഡ് കൺട്രോൾ. ഇറ്റ്സ് കൺട്രോൾ. അതുകൊണ്ട് ഗ്രീൻ ലൈൻ വെച്ച് കാണിച്ചിരിക്കുന്നതാണ് എഞ്ചിൻ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം ആൻഡ് കൺട്രോൾ. ഇനി അതേപോലെ തന്നെ അല്ലേ കൂളൻ്റ് വേണം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കൊച്ചു ബൈക്കിലൊക്കെ ആണെങ്കിൽ എന്താ, എയർ കൂൾഡ് എൻജിൻസ് ആണ്, അതേപോലെ വലിയ കൂൾഡ് എൻജിൻസ് ആണ്. അപ്പോൾ ഇതേപോലെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ കൂളൻ്റ് കാണും കാണിച്ചിരിക്കുന്നത് സിംപ്ലി. ഓക്കെ, അപ്പം ഈ പറയുന്ന വാട്ടർ കൂൾഡ് എഞ്ചിൻ എന്ത് ചെയ്യുന്നു, എഞ്ചിൻ്റെ പെരിഫറൽ അക്രോസ് എന്ത് ചെയ്യുന്നു, സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും അതിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതാണ് ഈ പറയുന്ന എൻജിൻ കൂളിംഗ് സിസ്റ്റം. അപ്പോൾ കൂളിംഗ് സിസ്റ്റത്തിന് വേണ്ടി എന്തുണ്ട്, ഈ പറയുന്നൊരു സർജ് ടാങ്ക്, അതായത് സ്റ്റോർ ചെയ്യാൻ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു പമ്പുണ്ട്, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന വർക്കിങ്ങൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലേ. അതായത് എഞ്ചിനിൽ നിന്ന് വരുന്ന കൂളൻറ്റിന് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അത് അറ്റ്മോസ്ഫിയറിലേക്കുള്ള എയറിലേക്ക് എന്ത് ചെയ്യുന്നു, ഇൻട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കോൾഡ് വാട്ടറിനെ പിന്നെയും തിരിച്ച് എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, കൂളിംഗ് എഫിഷ്യൻ്റ് ആവുന്നു. ഓക്കെ, അതാണ് എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം. ഇനി കത്തിയതിന് ശേഷമുള്ള എക്സോസ്റ്റ് ഗ്യാസ്. ഓക്കെ, ആ എക്സോസ്റ്റ് ഗ്യാസ് എന്ത് ചെയ്യുന്നു, എക്സോസ്റ്റ് വഴി എന്ത് ചെയ്യുന്നു, നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്ത് കളയുന്നു. അതാണ് എക്സോസ്റ്റ്. അതും എന്ത് ചെയ്യുന്നു, ആഷ് കളർ. അതായത് എയർ ഇൻടേക്ക് സിസ്റ്റം, എയർ സിസ്റ്റത്തിൽ വരുന്നതാണ് ഈ പറയുന്ന കംപ്രസറും സൈലൻസറും അല്ലേ. സക്ക് ചെയ്ത് എയർ കമ്പഷന് ശേഷം അതിൻ്റെ ഫ്ലൂ ഗ്യാസ് അല്ലെങ്കിൽ അത് കമ്പഷൻ വേസ്റ്റ് അതെന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എമിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് ഒരു ഡീസൽ പവർ പ്ലാന്റിൽ ഉള്ളത്. ഒരു ഡീസൽ പവർ പ്ലാന്റിലുള്ള ബേസിക് കമ്പോണൻസും അതിൻ്റെ വർക്കിങ്ങുമാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വർക്കിംഗ് ഞാൻ താഴെ സ്ലൈഡ്സിൽ PPTയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കാം. ഓക്കെ, അപ്പം ഒരു ഫീൽഡ് ഡീസൽ പവർ പ്ലാന്റ് ആണ് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്.
അപ്പം ഇത് തന്നെ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ പാർട്സ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു, ഇപ്പം എൻജിൻ കൂളിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, എൻജിൻ കൂളിംഗ് സിസ്റ്റം. അപ്പോൾ എൻജിൻ കൂളിംഗ് സിസ്റ്റത്തിനകത്ത് ഞാൻ പറഞ്ഞു, എൻജിനിൽ നിന്ന് വരുന്ന ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ ഹോട്ട് കൂളൻ്റ്, ആ കൂളൻറ്റിനെ തണുപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹീറ്റ് എക്സ്ചേഞ്ചർ ഒന്ന് മോഡിഫൈ ചെയ്ത് അവിടെ എന്താ നടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി അവിടെ ഒരു കൂളിംഗ് ടവർ ഉണ്ട്. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, വേറൊരു സിസ്റ്റം അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ആ റോ വാട്ടർ പമ്പും അല്ലെങ്കിൽ കൂളിംഗ് വാട്ടർ സിസ്റ്റം കൂടെ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ഈ പറയുന്ന എൻജിൻ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ എന്ത് ചെയ്യണം, കൂൾ ചെയ്യണം. അപ്പം അതിനെ എന്ത് ചെയ്യുന്നു, കൂളനെ തണുപ്പിക്കാൻ വേണ്ടി അതും എന്ത് ചെയ്യുന്നു, ഇൻ്റർലിങ്ക് ചെയ്ത് കാണിച്ചേക്കുന്നു. ആ എൻജിൻ കോയിൽ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊന്ന് കൂൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ ഫ്യൂൽ സ്റ്റോറേജ് ടാങ്കും നമ്മുടെ എയർ കംപ്രസറിന് സ്റ്റാർട്ടിങ് എയർ ടാങ്ക്, അങ്ങനെ പറഞ്ഞ് കുറച്ച് എക്സ്ട്രാ കമ്പോണൻസ്. അതേപോലെ എഞ്ചിനകത്തുള്ള ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ്, ഫ്യൂൽ ഫിൽറ്ററൊക്കെ എഞ്ചിനകത്തൊക്കെ കാണിച്ചേക്കുന്നൊരു ഫിഗറാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പം ഈ ഫിഗർ തന്നെ നിർബന്ധം ഇല്ല, വരച്ചാൽ എന്ത് ചെയ്യുന്നു, ബെനിഫിറ്റ്. അപ്പം ബേസിക്കലി ഒരു എൻജിൻ അല്ലെങ്കിൽ ഒരു പവർ പ്ലാന്റിനകത്ത്, ഒരു ഡീസൽ എൻജിൻ പവർ പ്ലാന്റിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബേസിക് കമ്പോണൻസ് ഉണ്ടെന്ന് നമ്മൾ മേളിൽ പഠിച്ചു. അപ്പോൾ അതിനെ ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഫിഗറാണെന്ത്, ഈ പറയുന്ന ഈ ഫിഗർ. ഓക്കെ, അപ്പം ഇതെന്ത് ചെയ്യുക, എല്ലാവരും നോക്കുക. അപ്പോൾ നമ്മൾ മേളിൽ പറഞ്ഞ കമ്പോണൻസ് തന്നെയാണ്, പ്രത്യേകിച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കമ്പോണൻസ് എന്ത് ചെയ്യില്ല ഇവിടെ ഉള്ളത്. ഈ പറയുന്ന കൂളിംഗ് ടവറാണ്. ഓക്കെ, അപ്പോൾ കൂളിംഗ് ടവറിൻ്റെ ഫംഗ്ഷൻ അറിയാമോ? ടവറിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, എനിക്ക് കറക്റ്റാണ്, നമുക്ക് എന്നാലും എന്നിരുന്നാലും പറയാം. അതായത് ഈ വാട്ടർ അല്ലെങ്കിൽ എൻജിനിൽ നിന്ന് വരുന്ന വാട്ടർ അല്ലേ, എൻജിനിൽ നിന്ന് വരുന്ന ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ കൂളൻറ്റ്, അപ്പോൾ അതിനെ നമുക്ക് തണുപ്പിക്കണം. അതിനെ നമുക്ക് തണുപ്പിച്ചാലേ പിന്നെയും നമുക്ക് റീസർക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ തണുപ്പിക്കാൻ വേണ്ടി, അങ്ങനെ കൂൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസാണ് കൂളിംഗ് ടവർ. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കൂളിംഗ് ടവർ. അപ്പം ഈ പറയുന്ന ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ ഹോട്ട് കൂളൻറ്റ് കൂളിംഗ് ടവറിൽ വരികയും, കൂളിംഗ് ടവറിൽ എന്ത് ചെയ്യും, അവിടെ കൂളിംഗ് ആണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് നിങ്ങൾക്ക് റെഫ്രിജറേഷൻ RACയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാനുണ്ട്. അതപ്പം പഠിപ്പിക്കാം, അപ്പോൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. അപ്പം ഈ പറയുന്ന കൂളിംഗ് വാട്ടർ ഹീറ്റ് എക്സ്ചേഞ്ചിൽ എങ്ങനെ കൂളിംഗ് നടക്കുന്നു എന്ന് കാണിക്കുന്നതാണ് എന്ത്, ഈ പറയുന്ന കൂളിംഗ് ടവർ. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് വർക്കിംഗ് നമ്മൾ ഡീറ്റെയിൽ പഠിക്കാം. അപ്പോൾ ഈ സബ്ജക്റ്റിൽ നമ്മൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന എഞ്ചിൻ കൂളനെ തണുപ്പിക്കാൻ സഹായിക്കുന്നു എന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, പ്രസൻറ്റ് ചെയ്താൽ മതി. എൻ്റെ വർക്കിംഗ് നമുക്ക് എന്ത് ചെയ്യാം, റെഫ്രിജറേഷനിൽ നമുക്ക് പഠിക്കാം. ബാക്കി എല്ലാ കമ്പോണൻസും നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഓക്കെ, ബാക്കി എല്ലാ ഫെമിലിയർ ആണ്, മേളത്തെ ഫിഗർ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ, ഓരോ കമ്പോണൻസ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻജിൻ നിങ്ങൾക്കറിയാം, ഒരു മൾട്ടി സിലിണ്ടർ ഡീസൽ എൻജിനായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എയർ സപ്ലൈ സിസ്റ്റം ഞാൻ പറഞ്ഞു, സൂപ്പർ ചാർജറും ടർബോ ചാർജറും. അപ്പം വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു കംപ്രസർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൂപ്പർ ചാർജർ എന്നും, ഈ കംപ്രസർ പവർ ചെയ്യാൻ വേണ്ടി ഒരു ടർബൈൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ടർബോ ചാർജർ എന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിക്കാം. അപ്പം മോർ എഫിഷ്യൻറ്റ് ആയിരിക്കും എന്ത്, ഈ പറയുന്ന എൻജിൻ. ഓക്കെ, അതേപോലെ എക്സോസ്റ്റ് ഗ്യാസ് സിസ്റ്റം നമ്മൾ പറഞ്ഞു, അതായത് ഇൻലെറ്റ് എയർ സപ്ലൈ സിസ്റ്റത്തിൽ തന്നെ വരുന്നതാണ് പറയുന്നത് എക്സോസ്റ്റ് സിസ്റ്റം. അതായത് ഈ വരുന്ന കമ്പസ്റ്റ് ചെയ്തിട്ടുള്ള ഗ്യാസ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്യുന്നു, എമിറ്റ് ചെയ്ത് കളയുന്നു അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് കളയുന്നു. ആ ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന എക്സോസ്റ്റ് സിസ്റ്റം. അതിനകത്ത് വരുന്നതാണ് സൈലൻസറാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ സൈലൻസിൻ്റെ വേറെ ഫംഗ്ഷൻ, ആസ് ദ നെയിം ഇംപ്ലൈസസ്, ഇറ്റ് റെഡ്യൂസസ് ദി സൗണ്ട് കുറയ്ക്കുന്ന ഒരു ഫംഗ്ഷനും എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ ഈ സൈലൻസറുള്ള എഞ്ചിനും സൈലൻസർ ഇല്ലാത്ത എഞ്ചിനും. അപ്പോൾ ചിലരൊക്കെ റോഡിലോടൊക്കെ ബൈക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സൈലൻസർ ഇല്ലാതെ കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പം സൈലൻസർ ഹൈ പ്രഷർ ഗ്യാസിനെ എന്ത് ചെയ്യുന്നു, ഈ സൗണ്ട് എന്ത് ചെയ്യുന്നു, സൗണ്ട് ലെവൽ ഒന്ന് കുറയ്ക്കുന്നു, ഡെസിബൽ കുറച്ച് എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുന്നു. അതേപോലെ നമുക്ക് ഈ പറയുന്ന എന്തെങ്കിലും എൻജിൻ കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന എൻജിൻ കൺട്രോൾ യൂണിറ്റ് അല്ല, എമിസി കൺട്രോൾ സിസ്റ്റംസൊക്കെ നമുക്ക് സൈലൻസറിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എമിഷൻ്റെ ലെവൽ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കുറയ്ക്കാൻ, ഫിൽട്ടർ ചെയ്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിടാൻ പറ്റും. പിന്നെ ഫ്യൂൽ സിസ്റ്റം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫ്യൂൽ സിസ്റ്റം അനുബന്ധിച്ച് ഫ്യൂൽ പമ്പ് കാണും, ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം കാണും. ഓക്കെ, അത് പറഞ്ഞു. എൻജിൻ കൂളിംഗ് സിസ്റ്റം ഞാൻ പറഞ്ഞു.
എഞ്ചിനെ കൂൾ ചെയ്യാൻ വേണ്ടി. എഞ്ചിൻ കൂളൻ്റ് കാണും, അതിനോടനുസരിച്ചുള്ള പമ്പ്, ഹീറ്റ് എക്സ്ചേഞ്ചർ, കൂളിംഗ് ടവർ, അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തിനകത്ത് കാണും. ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം, എഞ്ചിൻ ഓയിൽ ടാങ്ക് ഉണ്ട്, അതേപോലെ ഓയിൽ പമ്പ് ആണ്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്ത് ചെയ്യുന്നുണ്ട് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. അത് ഓട്ടോമൊബൈലിൽ നിങ്ങൾ പഠിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. ഓട്ടോമൊബൈൽ പഠിക്കും. ബേസിക് ആയിട്ടുള്ള പാർട്സ് ഈ പറയുന്ന ഓയിൽ പമ്പ്, ഓയിൽ ടാങ്ക്, ഫിൽറ്റർ ഒക്കെയാണ്. ഓക്കെ. ഇനി സ്റ്റാർട്ടിംഗ് സിസ്റ്റം. എഞ്ചിൻ സ്റ്റാർട്ടിംഗ് സിസ്റ്റം ഞാൻ പറഞ്ഞില്ല. അത് നമുക്കറിയാം പല രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് എഞ്ചിനെ ആദ്യം ഇനിഷ്യലായിട്ട് എന്ത് ചെയ്യാം, ഫയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പം അത് ഇനിഷ്യലായിട്ട് ആദ്യം നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം എന്ന് തന്നെ പറയുന്നതാണ്. 3 ടൈപ്സ്. ഒന്നായ പെട്രോൾ ഡ്രിവൻ ഓക്സിലറി എഞ്ചിൻ, യൂസ് ആൻ ഇലക്ട്രിക് മോട്ടർ ഓർ യൂസ് എ കംപ്രസ്ഡ് എയർ ഫ്രം ആൻ എയർ കംപ്രസർ. അതായത് എഞ്ചിൻ ആദ്യം ഇനിഷ്യലായിട്ടൊന്ന് എന്ത് ചെയ്യാൻ, ഒന്ന് ഫയർ ചെയ്യാൻ വേണ്ടി. അതായത് ദിസ് ഇസ് ആൻ അറേഞ്ച്മെൻറ്റ് ടു സ്റ്റാർട്ട് ദ എഞ്ചിൻ ഇനിഷ്യലി. ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അത് നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പം ബൈക്കൊക്കെ കിക്കറടിച്ച് സ്റ്റാർട്ട് ചെയ്യത്തില്ലേ, അപ്പം നമ്മുടെ കാറൊക്കെ ആണെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യത്തില്ല. ഇനിഷ്യലി ഒന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ ഡിഫറെൻറ്റ് സിസ്റ്റം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ ഗവേണിംഗ് സിസ്റ്റം. ഗവേണർ നിങ്ങൾ എനിക്കൊന്ന് ടോമിലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ ആം നോട്ട് ഷുവർ, നിങ്ങൾക്ക് ഇപ്പോൾ സിലബസിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ. ഞങ്ങൾക്കൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അതായത് എഞ്ചിൻ്റെ ലോഡ് വേരി ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലേ. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഓടുക, നിങ്ങളുടെ അടുത്തിപ്പം ഒരു 1 കിലോമീറ്റർ റൺ ചെയ്ത് വരാൻ പറയുന്നു. അതേ എഫക്റ്റിൽ തന്നെ, അല്ലെങ്കിൽ അതേ കണ്ടീഷനിൽ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു 5 കിലോയുടെ ഒരു ബാഗും കൂടെ തന്നിട്ട് അതും കൂടെ കൊണ്ടുപോയിട്ട് വന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമല്ലോ, ലോഡ് കൂടുമ്പോൾ നിങ്ങളുടെ സ്പീഡ് എന്ത് ചെയ്യുന്നു, വേരി ചെയ്യും അല്ലേ. നിങ്ങളുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് കുറയും. അങ്ങനെ പെർഫോമൻസ് കുറയാതെ ഒരു യൂണിഫോം രീതിയിൽ തന്നെ പോകാൻ വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സാധനമാണ് ഈ പറയുന്ന ഗവേണേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എഞ്ചിൻ ഗവേൺ ചെയ്യാം. ഡീറ്റെയിൽഡായിട്ട് വേണ്ട, എഞ്ചിൻ ഗവേണിംഗ് സിസ്റ്റം ഉണ്ടെന്ന് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കാം. ഓക്കെ. ഇത്രയാണ് ഈ പറയുന്ന ഡീസൽ പവർ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഡീസൽ തെർമൽ പവർ പ്ലാന്റും ഡിസഡ്വാൻറ്റേജസും. ഓക്കെ. അഡ്വാൻറ്റേജസ് ഒന്ന്, ഡിസൈൻ ലേഔട്ട് ഓഫ് ദ ഡീസൽ പവർ പ്ലാന്റ് ഈസ് സിമ്പിൾ ആൻഡ് ചീപ്പ്. സിമ്പിൾ എക്സ്പ്ലെയിനബിൾ, സെൽഫ് എക്സ്പ്ലെയിനബിൾ പോയിൻറ്റ്സ് ആണ്. അതേപോലെ പാർട്ട് ലോഡ് എഫിഷ്യൻസി ഓഫ് ദി ഡീസൽ പവർ പ്ലാന്റ് ഈസ് വെരി ഹൈ. എഫിഷ്യൻസി എന്താണ്, വളരെ ഹൈ ആണ്. ഡീസൽ പവർ പ്ലാന്റ് ക്യാൻ ബി സ്റ്റാർട്ടഡ് ക്വിക്ക്ലി. ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ എളുപ്പമാണ്. മെയിൻ്റെനൻസ് ഓഫ് ദി ഡീസൽ പവർ പ്ലാന്റ് ഈസ് ഈസി കമ്പയർഡ് ടു ദി അതർ പവർ പ്ലാന്റ്സ്. അതേപോലെ തെർമൽ എഫിഷ്യൻസി ഓഫ് ദി ഡീസൽ ഈസ് ക്വൈറ്റ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി സ്റ്റീം പവർ പ്ലാന്റ്. സ്റ്റീം പവർ പ്ലാന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന തെർമൽ എഫിഷ്യൻസി എന്താണ്, വളരെ ഹൈ ആണ്. ഇറ്റ് ക്യാൻ ബി ഓൾസോ ഡിസൈൻ ഫോർ എ പോർട്ടബിൾ യൂസ്. നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാം. അതായത് ഒരു ഫിക്സഡ് പ്ലേസ് വേണമെന്നില്ല. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സ്റ്റീം പവർ പ്ലാന്റും ഹൈഡ്രോളിക് പവർ പ്ലാന്റിലൊക്കെ ഒരു ഫിക്സഡ് ലൊക്കേഷൻ വേണം അല്ലേ. അതായത് അവൈലബിലിറ്റി എല്ലാം എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഹൈഡ്രോളിക് പവർ പ്ലാന്റ് ആണെങ്കിൽ വാട്ടറിൻ്റെ അവൈലബിലിറ്റി, റിസർവോയറിൻ്റെ അവൈലബിലിറ്റി, അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഡീസൽ പവർ പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോർട്ടബിൾ ആണ്. നമുക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ ഡീസൽ പവർ പ്ലാന്റ് ക്യാൻ ബി ലൊക്കേറ്റഡ് വെരി നിയർ ടു ദി ലോഡ് സെൻറ്റേഴ്സ്. നമുക്ക് എവിടെയാണോ നമുക്ക് ആ ലോഡിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് എവിടെയാണോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വെക്കാം. ഓക്കെ. നമ്മുടെ ഈ ജനറേറ്ററെ കണ്ടിട്ടില്ലേ നിങ്ങൾ? നമ്മുടെ വീട്ടിൽ പള്ളിപ്പെരുന്നാളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഉത്സവത്തിനൊക്കെ വരുമ്പോൾ ഈ പറയുന്ന ജനറേറ്റർ കൊണ്ടുവെക്കത്തില്ലേ, അത് ബേസിക്കലി എന്താണ്, ഈ പറയുന്ന ഒരു എൻജിനാണ് അല്ലേ. ഒരു ഡീസൽ പവർ പ്ലാന്റ് പോലെ നമ്മൾ വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഫ്യൂവൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് നമ്മൾ മീറ്റ് ചെയ്യുന്നു. ഒരു ഡീസൽ പവർ പ്ലാന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ പറയാം. ഓക്കെ. അതേപോലെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡീസൽ തെർമൽ പവർ പ്ലാന്റ്. ദ കോസ്റ്റ് ഓഫ് ഡീസൽ ഈസ് വെരി ഹൈ കമ്പയർഡ് ടു കോൾ. അതായത് ഈ പറയുന്ന സ്റ്റീം പവർ പ്ലാന്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻപുട്ട് ഫ്യൂവൽ എന്താണ്, കോളാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ദ ഫ്യൂവൽ ഈസ് വെരി കോസ്റ്റ്ലി. സ്റ്റീം പവർ പ്ലാന്റിലാണെങ്കിൽ എന്താ, ദ ഫ്യൂവൽ ഈസ് ചീപ്പ്. ഓക്കെ. ഇനി ഇവിടെ ഹെൻസ് ദ റണ്ണിങ് കോസ്റ്റ് എന്താണ്, കൂടുതലായിരിക്കും. പിന്നെ അതേപോലെ ദർ ഇസ് എ ലിമിറ്റേഷൻ ഫോർ ദി സൈസ് ഓഫ് ഡീസൽ എഞ്ചിൻ. നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പവർ ഔട്ട്പുട്ടിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, പറഞ്ഞ എഞ്ചിൻ്റെ ക്യാപ്പബിലിറ്റി കൂടുതലായിരിക്കണം അല്ലേ, അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ വലുതായിരിക്കണം. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഈ പറയുന്ന പോർട്ടബിൾ ആയതുകൊണ്ട് തന്നെ. പിന്നെ നോയിസ് പൊല്യൂഷൻ ഈസ് വെരി ഹൈ. അതായത് കമ്പസ്റ്റൻ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നു, കണ്ടെയ്ൻസ് എന്താണ്, സൾഫർ ഡയോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതെന്താണ്, ഹൈലി പൊല്യൂട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം. പിന്നെ മെയിൻ്റെനൻസ് ആൻഡ് ലൂബ്രിക്കേഷൻ കോസ്റ്റ് എന്താണ്, കൂടുതലാണ്. പിന്നെ കപ്പാസിറ്റി ഓഫ് ദി ഡീസൽ പവർ പ്ലാന്റ് ഈസ് ലിമിറ്റഡ് ആൻഡ് ദി ലൈഫ് ഈസ് ലെസ്. ഓക്കെ. അപ്പം നമ്മളൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൈഡ്രോളിക് പവർ പ്ലാന്റും തെർമൽ പവർ പ്ലാന്റൊക്കെ ലൈഫ് ലോങ് ആണ്.
അല്ലെങ്കിൽ നമുക്ക് ലോങ് ടേമിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന ഡീസൽ പവർ പ്ലാന്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, അത്രയ്ക്ക് ഇല്ല. ഓക്കെ, അപ്പം അതാണ് നമുക്ക് ഈ പറയുന്ന ഡീസൽ പവർ പ്ലാന്റിൽ ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഡീസൽ പവർ പ്ലാന്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ക്ലാസ്സിൽ അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് മസ്റ്റായിട്ട് പഠിച്ചോളാം. എക്സാമിന് ചോദിക്കാൻ ഹൈലി ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഫസ്റ്റ് മോഡ്യൂളിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു 4-5 പവർ പ്ലാന്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിലൊരെണ്ണമാണിത്. ഈ പറയുന്ന 5-4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം മസ്റ്റായിട്ട് എക്സാമിന് ചോദിക്കും. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.